പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ തൊഴിൽ വേദിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്ന ഒരു ലിസ്റ്റിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലിസ്റ്റിനകത്ത് കഴിഞ്ഞ CPOയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ CPOയുടെ മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു, കട്ട് ഓഫ് എത്ര ഉണ്ടായിരുന്നു, ഉയർന്ന മാർക്ക് എത്രയാണ്, നിയമന ശുപാർശ എത്ര പേർക്ക് ലഭിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതിനു മുന്നേ നമ്മുടെ ഇപ്രാവശ്യം കഴിഞ്ഞ സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് കൂടി പറയുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് നോക്കിയ ശേഷം കഴിഞ്ഞ ലിസ്റ്റിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് പരീക്ഷ എഴുതിയത് 100%-ൽ 82.37 പേരാണ്. 82.37% ആൾക്കാരാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത് എന്ന് നമ്മുടെ തൊഴിൽ വേദിക്കകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം, നമ്മൾ കണ്ട പോലെ തന്നെ ഒരുപാട് തെറ്റുകൾ നമ്മുടെ ക്വസ്റ്റ്യൻസിനകത്ത്, ഒരുപാട് ഗുരുതരമായിട്ടുള്ള പിഴവുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പറയുന്ന വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ലിസ്റ്റ് ചുരുക്കണമെന്നാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ പറയുന്ന പോലെയൊന്നുമല്ല കേരള PSC നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ. അപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് അതിലേക്കൊന്നും കടക്കണ്ട, നമുക്ക് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. സിവിൽ പോലീസ് ഓഫീസറിൻ്റെ മുൻ റാങ്ക് ലിസ്റ്റ് ഒറ്റ നോട്ടത്തിലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ്ങാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അതിൽ ഓരോ ജില്ലകളും KAP എന്ന് പറഞ്ഞിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ഓരോ ബറ്റാലിയനും അനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് നമ്മുടെ സ്പെഷ്യൽ ആംഡ് പോലീസ് ബറ്റാലിയനകത്ത് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്ന ആൾക്കാരെന്ന് പറയുന്നത് 1158 പേരാണ് നമ്മുടെ മെയിൻ ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നത്. അതിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിനകത്ത് 397 പേര് ഉണ്ടായിരുന്നു. അതിൽ ആകെ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അതിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് 38.67 കേട്ടോ. അപ്പോൾ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ നമ്മുടെ SAPയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 38.67 ആയിരുന്നു. ഉയർന്ന മാർക്ക് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ SAPയിലെ ഉയർന്ന മാർക്ക് 73.67 മാർക്കായിരുന്നു. നിയമന ശുപാർശ ലഭിച്ചത് ഈ 1158 പേരിൽ 1108 പേർക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതേപോലെ ഓരോ ബറ്റാലിയൻസും ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ബറ്റാലിയൻ നോക്കുകയാണെങ്കിൽ പത്തനംതിട്ട KAP 3 ആണ്. അപ്പോൾ അതിൽ മെയിൻ ലിസ്റ്റിൽ വന്നത് 806 പേരാണ്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 461 പേരുണ്ടായിരുന്നു. കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 39.67 ആണ്. ഉയർന്ന മാർക്ക് 73.67 ആണ്. നിയമന ശുപാർശ ലഭിച്ചത് 763 പേർക്കാണ്. അപ്പോൾ ഇടുക്കി അല്ലെങ്കിൽ KAP 5 നോക്കുകയാണെങ്കിൽ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത് 958 പേരാണ്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 441 പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് 30.67 മാർക്കാണ്. ഉയർന്ന മാർക്ക് 72.67 ആണ്. നിയമന ശുപാർശ ലഭിച്ചത് 600 പേർക്കാണെന്ന് അറിഞ്ഞിരിക്കുക. എറണാകുളം അല്ലെങ്കിൽ KAP 1-നകത്താണെങ്കിൽ 874 പേർക്കാണ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. അതിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് 380 പേർക്കാണ്. അതിൽ കട്ട് ഓഫ് മാർക്ക് പറയുന്നത് 31 മാർക്കാണ്. ഉയർന്ന മാർക്ക് 74.33 ആണ്. നിയമന ശുപാർശ ലഭിച്ചത് 602 പേർക്കാണ്. തൃശ്ശൂർ അല്ലെങ്കിൽ KAP 2 ആണെങ്കിൽ 1238 പേർക്കാണ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. അതിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിനകത്ത് 555 പേരുണ്ടായിരുന്നു. കട്ട് ഓഫ് മാർക്കാണെങ്കിൽ 35.67 ആണ് വന്നിരുന്നത്. ഉയർന്ന മാർക്ക് 73 മാർക്കായിരുന്നു. നിയമന ശുപാർശ ലഭിച്ചത് 951 പേർക്കാണ്. നമ്മുടെ മലപ്പുറം അല്ലെങ്കിൽ MSP ആണെങ്കിൽ 1259 പേർക്കാണ് മലപ്പുറത്ത് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 533 പേർക്കുണ്ടായിരുന്നു. കട്ട് ഓഫ് 34.33 ആയിരുന്നു. അതേപോലെ ഉയർന്ന മാർക്ക് എന്ന് പറയുന്നത് 74 മാർക്കായിരുന്നു. അതുപോലെ നിയമന ശുപാർശ 831 ആയിരുന്നു കേട്ടോ. അതേപോലെ തന്നെ കാസർഗോഡ് അല്ലെങ്കിൽ KAP 4 ആണെങ്കിൽ 1287 പേർക്കാണ് മെയിൻ ലിസ്റ്റിലേക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 593 പേരുണ്ടായിരുന്നു. കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് കുറവാണ്, 29 മാർക്കാണ്. ഉയർന്ന മാർക്ക് എന്ന് പറയുന്നത് 78 മാർക്കാണ്. അതുപോലെ നിയമന ശുപാർശ 754 പേരാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത് 7580 പേർക്കാണ്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഏകദേശം 3360 പേര് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ നിയമന ശുപാർശ ആകെ ലഭിച്ചത് 5609 പേർക്കാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ CPOയുടെ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്നാൽ വനിതാ CPO അല്ലെങ്കിൽ WCPOയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ 2013 മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത് 2013 പേരാണ്. അതിലെ സപ്ലിമെൻ്ററി ലിസ്റ്റിലുണ്ടായിരുന്നത് 59 പേരാണെന്ന് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആകെ 2072 പേർക്കാണ് ഉണ്ടായിരുന്നത്. കട്ട് ഓഫ് മാർക്ക് വന്നിരുന്നത് 45.67 ആണ് കേട്ടോ. 45.67 ആണ് നമ്മുടെ WCPOയുടെ കട്ട് ഓഫ് വന്നിരുന്നത്. ഉയർന്ന മാർക്ക് 73 മാർക്കായിരുന്നു. നിയമന ശുപാർശ ലഭിച്ചത് 757 പേർക്കാണ്. 757
87 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചതെന്നും ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ കട്ട് ഓഫും ഏകദേശം ഈ മാർക്കൊക്കെ തന്നെ വരാനാണ് സാധ്യതകൾ. എന്തായാലും നമുക്ക് കട്ട് ഓഫിൻ്റെ കാര്യമൊന്നും അത്ര പെട്ടെന്ന് പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ ഒരുപാട് പോളിട്ടപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞതൊരു മീഡിയം റേഞ്ചാണ്, ഈ ഒരു 30-35 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം PSCയുടെ തീരുമാനം എന്താണെന്ന് നമുക്ക് തന്നെ നോക്കാം. എന്തായാലും വരുന്ന അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്ഡേറ്റ് ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുക, ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വീഡിയോസ് വരുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.